വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ബനാസർ ഖാലിദ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HSN നാച്ചുറൽ സയൻസിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത ടോപ്പിക്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ അല്ലേ? തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായും ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ ഈയിടെ നടന്ന, അതായത് ഈ റീസെന്റ് ആയിട്ട് നടന്ന HSN നാച്ചുറൽ സയൻസിലെ ഒരു ചോദ്യമാണ്. വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആന്റിവൈറൽ ഘടകങ്ങൾ ഏതാണ്? അപ്പൊ വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആന്റിവൈറൽ ഘടകങ്ങൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വിറിയോൺ, ഓപ്ഷൻ ബി ഇന്റർഫെറോൺ, ഓപ്ഷൻ സി ആന്റിവൈറൽ, ഓപ്ഷൻ ഡി ആന്റിജൻ. ഉത്തരം ഏതാണ്? ഉത്തരം ഇന്റർഫെറോൺ ആണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ചോദ്യം ഉത്തരം നമുക്ക് കിട്ടുന്നത് തീർച്ചയായും പ്ലസ് ടു ലെവൽ ടെക്സ്റ്റ് ബുക്കിലെ മനുഷ്യരുടെ ആരോഗ്യം രോഗങ്ങൾ എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മാക്സിമം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആ ചാപ്റ്റർ ഒന്ന് വിശദീകരിച്ച് പഠിച്ചാലോ? ക്ലാസ് നോക്കാം. നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ചാപ്റ്ററിന്റെ ടൈറ്റിൽ എന്താണ്? മനുഷ്യന്റെ ആരോഗ്യവും രോഗങ്ങൾ എന്നാണ്. അപ്പൊ മനുഷ്യരുടെ ആരോഗ്യം രോഗങ്ങളും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ആരോഗ്യത്തെ കുറിച്ച് മനസ്സിലാക്കാം. മനുഷ്യന്റെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ്? മനസ്സ്, മാനസിക അവസ്ഥയൊക്കെ മനുഷ്യന്റെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പൊ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജനിതക വൈകല്യം അല്ലെങ്കിൽ ജനന വൈകല്യം. ജനിതക വൈകല്യം എന്ന് പറഞ്ഞാൽ അത് ജനന വൈകല്യമാകാം അല്ലെങ്കിൽ ജനിതക വൈകല്യം. അപ്പൊ അത് ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇനി രോഗാണുബാധ എന്ന് പറയുന്ന ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 3 ജീവിതശൈലികൾ, അതായത് നമ്മുടെ ആഹാരം, വ്യായാമം, നമ്മുടെ വിശ്രമം, നമ്മുടെ ശീലങ്ങൾ, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് മനസ്സിലാക്കിയത്. ഏതൊക്കെയാണ്? ജനിതക വൈകല്യങ്ങൾ, രോഗാണുബാധ, അതുപോലെ ജീവിതശൈലി. ഈ 3 പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമുക്ക് സർവ്വസാധാരണ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ വാക്ക് അർത്ഥമാക്കുന്നത് എന്താണ്? രോഗമില്ലാത്ത അവസ്ഥ എന്നാണ് ആരോഗ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗമില്ലാത്ത അവസ്ഥയെ മാത്രമാണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ അല്ല. ഏതൊക്കെ രീതിയിലാണ്? പൂർണ്ണമായ സ്ഥിതിയാണ്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം. അപ്പൊ ശാരീരികവും മാനസികവും സാമൂഹികമായ പൂർണ്ണ സുസ്ഥിതിയാണ് എന്താണ് പറഞ്ഞ പൂർണ്ണ സുസ്ഥിതി എന്നെന്താ? ആരോഗ്യം എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പൂർണ്ണ സുസ്ഥിതി, എന്തിന്റെ പൂർണ്ണ സുസ്ഥിതിയാണ്? ശാരീരികവും മാനസികവും സാമൂഹികവും പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം മനസ്സിലാക്കുക. ഇനി ആരോഗ്യമുള്ള ജനതയ്ക്ക് മാത്രമേ കാര്യക്ഷമത പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളൂ. അത്തരത്തിൽ കാര്യക്ഷമത പ്രകടിപ്പിച്ചാൽ മാത്രമേ ഉത്പാദനക്ഷമത കൂടുകയുള്ളൂ അല്ലെ? ഉത്പാദനക്ഷമത കൂടിയാലേ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ഇത് ഇങ്ങനെ റിലേറ്റഡ് ആണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യം മനുഷ്യന്റെ എന്താണ്? ആയുർദൈർഘ്യം കൂട്ടുന്നു. അതുപോലെ തന്നെ മാതൃശിശു മരണ നിരക്കുകൾ കുറയ്ക്കുകയും ചെയ്യും. അപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞ രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, എന്താണ്? മറിച്ച് ശാരീരികവും മാനസികവും സാമൂഹികമായ പൂർണ്ണ സുസ്ഥിതിയാണെന്ന് ഓർത്തുവയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതിനുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട, അപ്പൊ ആരോഗ്യം എന്താണെന്ന് മനസ്സിലാക്കിയല്ലേ? പിന്നെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. എന്തൊക്കെയാണ്? പ്രധാനം പറയേണ്ട ഒന്നാമത്തെ ഘടകം ജനിതക വൈകല്യങ്ങളാണ്. അത് ജനന വൈകല്യം ആകാം. ഇനി രോഗാണുബാധ, അത് അടുത്താണ് ജീവിതശൈലി. പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ജീവിതശൈലി. ഇതൊക്കെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. പ്രധാനമായിട്ടും രോഗങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം അല്ലെ? എന്താണ്? പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും. അപ്പൊ രോഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും. ഈ പകരുന്ന രോഗങ്ങൾ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കും. എന്താണ്? പകർച്ചവ്യാധി അല്ലെ? അപ്പൊ പകർച്ചവ്യാധികൾ ഇത് മനസ്സിലാക്കേണ്ട മനുഷ്യരിൽ കാണപ്പെടുന്ന സാധാരണ രോഗങ്ങൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് മനുഷ്യരിൽ സാധാരണ കാണുന്ന രോഗങ്ങൾ? ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസുകൾ, പ്രോട്ടോസോവകൾ, വിരകൾ മുതലായവ വിഭാഗത്തിൽപ്പെട്ട പലതരം ജീവികൾ മനുഷ്യ രോഗങ്ങൾക്ക് കാരണമാകും. മനുഷ്യരിലെ സാധാരണ രോഗം ഉണ്ടാക്കുന്ന രോഗകാരികൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ കാണാം അല്ലെ? വൈറസ് കാണാം, അതുപോലെ ഫംഗസുകൾ, പ്രോട്ടോസോവൻസ്, അതുപോലെ വിരകൾ എല്ലാം മനുഷ്യരിൽ രോഗമുണ്ടാക്കുന്ന രോഗകാരികൾ. ഇനി ഇവിടെ മനുഷ്യന് രോഗകാരികളെ നമുക്ക് എന്ത് വിളിക്കാം? പാത്തോജൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ? രോഗകാരികളെ പാത്തോജൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവ ഇനി ചിലത് ആതിഥേയ ജീവികളുടെ ശരീരത്തിനകത്തോ പുറത്തോ ജീവിച്ചുകൊണ്ട് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിൽ എല്ലാ പരാതകൾ എന്താണ്? രോഗകാരികളാണ്. അപ്പൊ പരാതകൾ രോഗകാരികളാണ്. അവ ആതിഥേയ ശരീരത്തിന് അകത്തോ പുറത്തോ ജീവിച്ചുകൊണ്ടാണ് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത്.
അതുകൊണ്ട് എന്താണ് അവയും എന്താണ് പരാതങ്ങളും എന്താണ് രോഗകാരികളാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവ വിവിധ മാർഗത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കുകയും എണ്ണത്തിൽ പെരുകുകയും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യുന്നു അല്ലെ. അപ്പൊ ആദ്യത്തെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു രോഗമാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നാല് അത് അന്നവത്തിലൂടെ അന്നവത്തിലൂടെ പ്രവേശിക്കുന്നെങ്കിൽ രോഗികളുടെ ആമാശയത്തിലെ ഈ ദഹനരസത്തിന്റെ pH നെ അതിജീവിക്കാനും അതുപോലെ തന്നെ വിവിധ രാസാഗ്നികൾ ചെറുക്കാനും അതിന് സാധിക്കും. ഇപ്പൊ രോഗാണു ശരീരത്തിനുള്ളിൽ കയറിയാല് എന്താണ് ആമാശയത്തിലെ pH നെ താഴ്ത്താനും അതുപോലെ രാസാഗ്നികളെ ചെറുക്കാനും അവയ്ക്ക് സാധിക്കും. അപ്പൊ ഇത്തരത്തിലെ രോഗകാരികളെ കുറിച്ചും രോഗങ്ങളെ കുറിച്ചും നമ്മൾ ആദ്യം ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കാം, ഈ രോഗങ്ങൾക്കെതിരായിട്ട് പൊതുവായ പ്രതിരോധ നിയന്ത്രണ മാർഗങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമുക്ക് ഓരോ രോഗങ്ങളായിട്ട് പഠിച്ചു പോകാം. ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് സന്നിപാത ജ്വരം അല്ലെങ്കിൽ ടൈഫോയിഡ് ആണ്. അപ്പൊ എന്താണ് സന്നിപാത ജ്വരം അല്ലെങ്കിൽ ടൈഫോയിഡ്? ഇതിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ്. അപ്പൊ സന്നിപാത ജ്വരം അല്ലെങ്കിൽ ടൈഫോയിഡിന് കാരണമാകുന്നത് ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ ആണ്? സാൽമണല്ല ടൈഫി. എന്താണ്? സാൽമണല്ല ടൈഫി എന്ന ബാക്ടീരിയ ആണ് ടൈഫോയിഡിന് കാരണം. അപ്പൊ നമ്മൾ ടൈഫോയിഡിന് മാത്രം പഠിച്ചാൽ പോലെ നമുക്ക് എന്ത് പഠിക്കണം? സന്നിപാത ജ്വരം എന്നും കൂടെ മനസ്സിലാക്കണം. അപ്പൊ സന്നിപാത ജ്വരം അല്ലെങ്കിൽ ടൈഫോയിഡിന് കാരണമായത് ഒരു ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയുടെ പേരാണ് സാൽമണല്ല ടൈഫി. ഇനി ഈ ബാക്ടീരിയ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നത് നോക്കാം. ഈ ബാക്ടീരിയ മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയുമാണ് ഇവ നമ്മുടെ ശരീരത്തേക്ക് ചെറുകുടലിലേക്കും അവിടെ നിന്ന് രക്തത്തിലേക്കും അതിൽ നിന്ന് മറ്റു അവയവങ്ങളിലേക്കും പ്രവേശിക്കും. അപ്പൊ എന്താണ് മലിനമാക്കപ്പെട്ട ആഹാരത്തിലും ജലത്തിലൂടെയുമാണ് ശരീരത്തിലേക്ക് കടക്കുന്നത്. ചെറുകുടലിലേക്ക് കടക്കുന്നു, അവിടെ നിന്ന് രക്തത്തിലേക്കും അവിടെ നിന്ന് വിവിധ അവയവങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ഇനി ഇവയിൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന കടുത്ത പനിയാണ്, അതുപോലെ ക്ഷീണം, തലവേദന, വയറുവേദന, വിശപ്പില്ലായ്മ, മലബന്ധം തുടങ്ങിയ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ നമ്മൾ സാധാരണ പറയുന്ന നല്ല കടുത്ത പനി അല്ലെ, പിന്നെന്താണ് ക്ഷീണം ഉണ്ടാകും, പനിയോടൊന്നിച്ച് ക്ഷീണം, തലവേദന, അതുപോലെ വയറുവേദന, അതുപോലെ വിശപ്പില്ലായ്മ, മലബന്ധം തുടങ്ങിയെല്ലാം ഇതിന്റെ രോഗലക്ഷണങ്ങളാണ്. ഇനി പ്രധാനപ്പെട്ട രോഗത്തിന്റെ കാഠിന്യം കൂടുന്നതനുസരിച്ച് ചില അവസ്ഥകളിൽ ഇത് കുടലിൽ ദ്വാരമുണ്ടാക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകും. അത്തരത്തിൽ രോഗി മരണപ്പെടാനുള്ള സാധ്യത വരെ ഈ രോഗം കൊണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു പരിശോധനയോടെ നമുക്ക് സന്നിപാത ജ്വരം അല്ലെങ്കിൽ ഈ പറയുന്ന ടൈഫോയിഡ് സ്ഥിരീകരിക്കാൻ സാധിക്കും. ആ പരിശോധന പേരാണ് വൈഡൽ ടെസ്റ്റ്. എന്താണ് വൈഡൽ ടെസ്റ്റ് എന്ന പരിശോധന? വൈഡൽ ടെസ്റ്റ് എന്ന പരിശോധനയോടെ നമുക്ക് സന്നിപാത ജ്വരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മനസ്സിലായി? ഇനി ടൈഫോയിഡ് മേരി എന്ന പേരിൽ അറിയപ്പെടുന്ന മേരി മാലൻ എന്ന പാചകക്കാരുടെ ജീവിതം നമ്മൾ ഇതിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് സന്നിപാത ജ്വരം ഉണ്ടായിരുന്നു. അവരതിന്റെ വാഹകയായിരുന്നു. അവർ പാചകം ചെയ്ത് ഒത്തിരി ആളുകൾക്ക് ആ രോഗബാധ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്? നമ്മൾ മനസ്സിലാക്കിയ ഒരു രോഗമാണ് ടൈഫോയിഡ് അല്ലെങ്കിൽ സന്നിപാത ജ്വരം. അതൊരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ രോഗകാരി ഇവിടെ ആരാണ്? ബാക്ടീരിയ ആണ്. ഏതാണ് ആ ബാക്ടീരിയയുടെ പേര്? സാൽമോണല്ല ടൈഫി ആണ് ബാക്ടീരിയ പേര്. എന്താണ്? സാൽമോണല്ല ടൈഫി. ഇനി മനസ്സിലാക്കിയത് ഏത് പരിശോധനയുടെ നമുക്ക് സന്നിപാത ജ്വരം തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഏതാണ്? വൈഡൽ ടെസ്റ്റ്. ആ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു വെക്കാം. ഇനി അത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോർഷന് മനസ്സിലാക്കാം. അടുത്തത് മനുഷ്യനുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് ന്യൂമോണിയ. അപ്പൊ ന്യൂമോണിയ എന്ന രോഗത്തിന് കാരണമായിട്ടും ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ നമ്മൾ ബാക്ടീരിയൽ ഡിസീസ് ആണ് ആദ്യം പഠിച്ചത്. എന്താണ്? ടൈഫോയിഡ് അല്ലെങ്കിൽ സന്നിപാത ജ്വരമാണ്. സാൽമോണല്ല ടൈഫി ആണ് അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം. അടുത്ത പഠിക്കാൻ പോകുന്നത് ഏതാണ്? ന്യൂമോണിയ അല്ലെ. ന്യൂമോണിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം തന്നെയാണ്. ഇനി അവിടെ ന്യൂമോണിയ എന്ന് പറയുന്ന ഉണ്ടാക്കുന്ന ബാക്ടീരിയ പേരാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും. എന്താണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും ചേർന്നാണ് ന്യൂമോണിയ എന്ന ശ്വാസകോശ രോഗം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ന്യൂമോണിയ എന്ന രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതൊക്കെയാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും. ഈ രണ്ട് പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ഇനി ഇതെങ്ങനെയാണ് ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്നത് നോക്കാം. ശ്വാസകോശത്തിലെ വായു അറകളെയാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അപ്പൊ ന്യൂമോണിയ കോസ് ചെയ്യുന്ന എവിടെയാണ്? ശ്വാസകോശത്തെ വായു അറകൾ ആൽവിയോളെയാണ് ബാധിക്കുന്നത്. ഇനി വായു അറകളിൽ എന്ത് സംഭവിക്കും? ഇതിന്റെ ഭാഗമായിട്ട് വായു അറകളിലെ ദ്രവത്താൽ നിറയുകയും കഠിനമായ ശ്വസന പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പൊ വായു അറകളെയാണ് ബാധിക്കുന്നത് പറഞ്ഞു. അവിടെ ദ്രവം കൊണ്ട് നിറയുകയും ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും ശ്വാസവുമായി ബന്ധപ്പെട്ട കഠിനമായ ശ്വസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു. പനി, വിറയൽ, ചുമ, തലവേദന ഇവയാണ് ന്യൂമോണിയയുടെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. പനിയും ചുമയും വിറയൽ തലവേദനയൊക്കെ ന്യൂമോണിയയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്.
ഇനി ചില ആളുകളിൽ രോഗം കടുക്കുമ്പോൾ ഈ രോഗികളുടെ എന്താണ് വിരലുകൾ, അതുപോലെ തന്നെ നഖങ്ങൾ അല്ലെ, നഖങ്ങളിലും ചുണ്ടുകളൊക്കെ നിറം മാറും, നീല നിറമാകുകയും ചെയ്യുന്നു കാണാൻ സാധിക്കും. ഇനി രോഗിയായ വ്യക്തി, ഇത് എന്താണ്, ഒരു പകരുന്ന ഒരു അസുഖമാണ്. അപ്പൊ രോഗിയായ വ്യക്തിന് സ്വതന്ത്രമാകുന്ന അതാണ് ഈ സ്രവങ്ങളോ അതുപോലെ കണികകളോ ശ്വസിക്കുന്നത് മൂലമോ അവരുടെ ഉപയോഗിച്ച ഗ്ലാസുകളോ പാത്രങ്ങളോ പങ്കുവെക്കുന്നത് മൂലമോ ആരോഗ്യവാനായ വ്യക്തിയിലേക്ക് ഈ രോഗം ബാധിക്കും. മനസ്സിലായി? അപ്പൊ ഇതൊരു പകർച്ചവ്യാധിയാണ് കൂടെ ഓർത്തു വെക്കും. മനസ്സിലായി? എന്താണ് ന്യൂമോണിയ എന്ന് പറയുന്നത്? ഒന്ന് പകരുന്ന അസുഖമാണ്. അതായത് രോഗികളുടെ എന്താണ് സ്രവങ്ങളെന്നോ കണികളെന്നോ അത് ശ്വസിക്കുന്ന മൂലമോ അവർ ഉപയോഗിക്കുന്ന ഗ്ലാസോ പാത്രങ്ങളോ ഒക്കെ ഉപയോഗിച്ചാല് ആരോഗ്യ വ്യക്തിയിലും ഈ രോഗം ബാധിക്കാനിടയുണ്ട്. ഇനി മനുഷ്യനെ ബാധിക്കുന്ന മറ്റു ബാക്ടീരിയകളെ മനസ്സിലാക്കാം. ഏതാണ്? അതിസാരം, പ്ലേഗ്, ഡിഫ്തീരിയ മുതലായിട്ട് ബാക്ടീരിയൽ ഡിസീസ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കാം. പ്രധാനമായിട്ടുള്ള ബാക്ടീരിയ രോഗങ്ങൾ നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ടൈഫോയിഡ് അല്ലെങ്കിൽ സന്നിപാത ജ്വരം മനസ്സിലായി അല്ലെ? ടൈഫോയിഡ് അല്ലെങ്കിൽ സന്നിപാത ജ്വരം, അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം ഏതാണ്? സാൽമണെല്ല ടൈഫി ആണ് സന്നിപാത ജ്വരത്തിന്റെ ടൈഫോയിഡിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറഞ്ഞു. അതൊരു ബാക്ടീരിയ ആണ് മനസ്സിലാക്കി. അടുത്ത പഠിച്ചത് ന്യൂമോണിയ. ഇപ്പൊ ന്യൂമോണിയ ഉണ്ടാക്കുന്നത് ഏത് ബാക്ടീരിയയാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും ചേർന്നാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കി വെക്കുക. അടുത്ത അത് എന്തൊക്കെ ബാധിക്കുന്നു, ഏത് രീതിയിലാണ് എഫക്ട് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി. അടുത്ത അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റു ബാക്ടീരിയൽ അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിസാരം, പ്ലേഗ്, ഡിഫ്തീരിയ മുതലായ. അപ്പൊ നമുക്ക് ഒരു ചാർട്ടില് ബാക്ടീരിയ രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട രോഗകാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ ക്ഷയം എന്ന് പറയുന്നതിന്റെ രോഗകാരി ഏതാണെന്ന് ചോദിക്കാം. അതൊരു ബാക്ടീരിയ രോഗമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ക്ഷയം എന്ന് പറയുന്ന ബാക്ടീരിയ രോഗമാണ്. അത് ഉണ്ടാക്കുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. അപ്പൊ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഏതാണെന്ന് വെച്ചാൽ ക്ഷയമാണ് കേട്ടോ. അപ്പൊ ക്ഷയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. അത് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കേട്ടോ. അടുത്തെന്താണ്? കുഷ്ഠം അല്ലെങ്കിൽ ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. ഹാൻസൻസ് രോഗം എന്നാണ് കുഷ്ഠം. അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ അതൊരു ബാക്ടീരിയയാണ്. മൈക്കോബാക്ടീരിയം ലെപ്രയാണ് ആ ബാക്ടീരിയ പേര്. എന്താണ്? മൈക്കോബാക്ടീരിയം ലെപ്രയാണ് കുഷ്ഠം അല്ലെങ്കിൽ ഹാൻസൻസ് ഡിസീസ് ഉണ്ടാക്കുന്നത് ഓർത്ത് വെക്കാം. മനസ്സിലാക്കാം? മൈക്കോബാക്ടീരിയം ലെപ്ര പേര് നമുക്ക് മനസ്സിലാക്കാം. അത് ബാക്ടീരിയൽ ഓർഗാനിസം കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്. നേരത്തെ പറഞ്ഞു മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, അതും എന്താണ്? ക്ഷയം ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തത് ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് കൊറിയൻ ബാക്ടീരിയം ഡിഫ്തീരിയം, കൊറിനി ബാക്ടീരിയ ഡിഫ്തീരിയം, കൊറിയൻ ബാക്ടീരിയം ഡിഫ്തീരിയമാണ് എന്തുണ്ടാക്കുന്നത്? ഡിഫ്തീരിയ എന്ന അസുഖം ഉണ്ടാക്കുന്നത്. ഡിഫ്തീരിയ എന്ന അസുഖം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ തന്നെയാണ്. കൊറിനിയം ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ആ പോസിറ്റീവ് ഓർഗാനിസം എന്ന് ഓർത്തു വയ്ക്കാം. കൊറിനിയം ബാക്ടീരിയം ഡിഫ്തീരിയ. അത് കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. വിബ്രിയോ കോളറ എന്നാണ് ബാക്ടീരിയയുടെ പേര്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് കോളറ എന്ന അസുഖം. അടുത്തത് ടെറ്റനസ് അല്ലെങ്കിൽ ലോക്ക് ജോ രോഗം എന്നാണ്. ടെറ്റനസ് അല്ലെങ്കിൽ ലോക്ക് ജോ രോഗം ആ ഒരു ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. അവിടെ ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയയുടെ പേരാണ്. ആ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് ടെറ്റനസ് അല്ലെങ്കിൽ ലോക്ക് ജോ ഡിസീസ് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത സിഫിലിസ് ആണ്. അടുത്ത സിഫിലിസ് ആണ്. സിഫിലിസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഓർഗാനിസം ആണ് ട്രിപ്പോണിമ പലീഡിയം. അപ്പൊ ട്രിപ്പോണിമ പലീഡിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. അതുണ്ടാക്കുന്ന അസുഖം ഏതാണ്? സിഫിലിസ് ആണ് കേട്ടോ. സിഫിലിസ് ഈസ് ബാക്ടീരിയൽ ഡിസീസ്. ആ ബാക്ടീരിയൽ ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ പേരാണ് ട്രിപ്പോണിമ പലീഡിയം ട്രിപ്പോണിമ പലീഡിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് സിഫിലിസ്. അടുത്ത ഗൊണറിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ആണ്. അതൊരു ബാക്ടീരിയൽ ഡിസീസ് തന്നെയാണ്. അതുണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയയാണ് നൈസീരിയ ഗൊണറിയ. എന്താണ്? നൈസീരിയ ഗൊണറിയാണ് ഗൊണറിയ എന്ന് പറയുന്ന ബാക്ടീരിയൽ ഡിസീസ് ഉണ്ടാകുന്നത്. നൈസീരിയ ഗൊണേറിയ. അടുത്തത് ക്ലാമിഡിയാസിസ്. ക്ലാമിഡിയാസിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസ് തന്നെയാണ്. അതുണ്ടാക്കുന്നത് ക്ലാമിഡിയ ട്രാക്കോമാറ്റിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് ഓർത്തു വയ്ക്കുക. അപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായതായിരിക്കാം. എന്നാൽ കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ്? സന്നിപാത ജ്വരം, ടൈഫോയിഡ് അല്ലെ, ഏത് ബാക്ടീരിയ? സാൽമോണല്ല ടൈഫി. അടുത്ത പഠിച്ചത് എന്താണ്? ന്യൂമോണിയ പോസിറ്റീവ് ഓർഗാനിസംസ് ഒരു ബാക്ടീരിയ തന്നെയാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയം, അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ്. അടുത്ത നമ്മൾ പഠിച്ചത് എന്താണ്?
ബാക്ടീരിയ ക്ഷയം പഠിച്ചു അല്ലെ. ക്ഷയം എന്ന് പറഞ്ഞ ബാക്ടീരിയൽ ഡിസീസ് ആണ്. അതുണ്ടാക്കുന്ന എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയം എന്ന് പറഞ്ഞാൽ ട്യൂബർകുലോസിസ്. അപ്പൊ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് മനസ്സിലായി. അത് കുഷ്ഠം അല്ലെങ്കിൽ ഹാൻസൻസ് ഡിസീസ് അല്ലെ, ഹാൻസൻസ് രോഗം. അതുണ്ടാകുന്ന മൈക്കോബാക്ടീരിയം ലെപ്രയാണ്, ലെപ്രസി, മൈക്കോബാക്ടീരിയം ലെപ്ര. അപ്പൊ നമുക്ക് കിട്ടും. അടുത്ത ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന രോഗം ഉണ്ടാക്കുന്നതാണ് കൊറിൻ ബാക്ടീരിയം ഡിഫ്തീരിയ. കൊറിൻ ബാക്ടീരിയം ഡിഫ്തീരിയാണ് ഡിഫ്തീരിയ ഉണ്ടാക്കും. അടുത്ത കോളറ. കോളറ എന്ന് പറയുന്ന പോസിറ്റീവ് ഓർഗാനിസം ബാക്ടീരിയ ആണ് വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ. അത് ടെറ്റനസ് ആണ്. ടെറ്റനസിന്റെ പോസിറ്റീവ് ഓർഗാനിസം ബാക്ടീരിയ ആണ്. ഏതാണ്? ക്ലോസ്ട്രിഡിയം ടെറ്റനെ. ക്ലോസ്ട്രിഡിയം ടെറ്റനെ. അടുത്ത സിഫിലിസ്. സിഫിലിസ് എന്ന് പറയുന്നത് ട്രിപ്പോണിമ പലീഡിയം ആണ്. പോസിറ്റീവ് ഓർഗാനിസം ബാക്ടീരിയ ആണ് അല്ലെ. സിഫിലിസ് എന്ന് പറയുന്നത് ട്രിപ്പോണിമ പലീഡിയം. അടുത്ത ഗൊണറിയ ആണ്. നെസിറിയ ഗൊണേറിയ. നെസിറിയ ഗൊണേറിയ ആണ്. എന്താണ്? ഗൊണേറിയ എന്ന് പറഞ്ഞ ബാക്ടീരിയൽ ഡിസീസ് ഉണ്ടാക്കുന്നത് നെസീറിയ ഗൊണറിയ. ക്ലാംഡിയാസിസ്. ക്ലാംഡിയാസിസ് എന്ന ബാക്ടീരിയൽ ഡിസീസ് തന്നെയാണ്. അതുണ്ടാക്കുന്നത് ക്ലാംഡിയ ട്രാക്കോമാറ്റിസ്. ക്ലാംഡിയ ട്രാക്കോമാറ്റിസ് ആണ് ആ ഡിസീസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായും ക്ലാസ് ഉപയോഗപ്പെടുത്തുക. അപ്പൊ പരീക്ഷകൾക്ക് ഇതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാം. പിന്നെ മാക്സിമം ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എത്ര പഠിച്ചാലും നമ്മുടെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവിഷൻ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെ കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് റിവിഷൻ ആണ്. അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഉപയോഗപ്പെടുത്തി പഠിക്കുക. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ എക്സാമിനേഷൻസിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.